ഹലോ സുഹൃത്തുക്കളെ, ഞാൻ അഡ്വക്കേറ്റ് ഷാനവാസ്. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയം, നമ്മൾ പ്രവാസികളെല്ലാവരും തന്നെ പ്രവാസ ഭൂമിയിൽ വരുന്നത് സാമ്പത്തികമായി നേട്ടമുണ്ടാക്കാനും അതുവഴി നമ്മുടെ നാട്ടിലെ വികസന പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തെ കൂടുതൽ കാര്യക്ഷമമായ രീതിയിൽ നോക്കാനുമാണ്. പല ആളുകളും ഇവിടെ ജോലിക്ക് വരികയും അവരുടെ ഇൻകം വളരെ കുറഞ്ഞ ഒരു അവസ്ഥയിൽ ഉണ്ടായിരിക്കുകയും ചെയ്യുമ്പോഴാണ് അവരുടെ മനസ്സിൽ സ്വന്തമായി ഒരു ബിസിനസ് സംരംഭം തുടങ്ങണമെന്ന ഒരു ആഗ്രഹം ഉടലെടുക്കുന്നത്. അപ്പോൾ കൂടുതൽ ആൾക്കാരുടെ കയ്യിലും ഒരുപക്ഷെ അതിന് വേണ്ടുന്ന ഫൈനാൻസ് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഇങ്ങനെയുള്ള അവസരങ്ങളിൽ അവർ മറ്റുള്ള പാർട്ട്നേഴ്സിനെ അന്വേഷിക്കുകയും ചിലപ്പോൾ അടുത്ത സുഹൃത്തുക്കളാകാം, അല്ലെങ്കിൽ അടുത്ത ബന്ധുക്കളാകാം, അല്ലെങ്കിൽ താൻ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിലെ ആളുകളായിരിക്കാം. അങ്ങനെ പല മേഖലയിലുള്ള ആളുകളെ അവർ കണ്ടെത്തുകയും ഇൻവെസ്റ്റ് ചെയ്യാനായി മുന്നോട്ട് വരികയും ചെയ്യുന്നു. പക്ഷേ ഈ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നതിന് മുമ്പ് എവിടെയാണ് താങ്കൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നതെന്നും എന്തിനാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്നും നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയിരിക്കേണ്ടത് ആവശ്യമാണ്. അതിന് വേണ്ടുന്ന ചില നിർദ്ദേശങ്ങളാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. എന്തൊക്കെ നിയമപരമായിട്ടുള്ള കാരണങ്ങളും കാര്യങ്ങളുമാണ് അതുമായി ബന്ധപ്പെട്ട് മുൻകരുതലായി നിങ്ങൾ എടുക്കേണ്ടത് എന്നാണ് ഞാൻ ഇവിടെ സൂചിപ്പിക്കുന്നത്. പ്രധാനമായും നിങ്ങൾ ഒരു ബിസിനസ്സിൽ ഇറങ്ങുമ്പോൾ ആദ്യമായി നിങ്ങൾ തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന ബിസിനസ് എന്താണെന്നും ആ ബിസിനസ്സിൻ്റെ ലാഭ കണക്കുകളും അല്ലെങ്കിൽ അതിൽ നിന്ന് ലഭിക്കാവുന്ന ലാഭം എത്രയാണ് എന്നും നിങ്ങൾ തീർച്ചയായും അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ നിങ്ങൾ സംരംഭത്തിൽ ഏർപ്പെടുന്ന മറ്റൊരു പാർട്ട്ണർ അല്ലെങ്കിൽ മറ്റു പാർട്ട്നേഴ്സ് ആരാണെന്നും അവരുടെ ക്രെഡിബിലിറ്റി എന്താണെന്നും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. പിന്നുള്ള ഒരു കാര്യം, നിങ്ങൾ ഏറ്റവും അത്യന്താപേക്ഷിതമായി അറിയേണ്ടത് ഏറ്റവും നല്ല ട്രസ്റ്റ് വർത്തിയായിട്ടുള്ള അല്ലെങ്കിൽ ക്രെഡിബിലിറ്റി ഉള്ള ഒരു സ്പോൺസറെ കണ്ടെത്തുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞ് നിങ്ങൾ തമ്മിലുള്ള ഫൈനാൻഷ്യൽ ഇടപാടുകൾ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുന്ന കമ്പനിയുടെ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ, അതിൽ പറയുന്ന ആർട്ടിക്കിൾസ്, ഇതിൽ നിങ്ങളുടെ കമ്പനിയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചും നിങ്ങളുടെ കമ്പനിയുടെ മാനേജ്മെൻറ്റിനെ കുറിച്ചും ഓരോ പാർട്ട്ണർക്കും ഉള്ള അധികാരങ്ങളെക്കുറിച്ചും അവർ എങ്ങനെ ഈ കമ്പനി പ്രവർത്തിപ്പിക്കണം എന്നതിനെക്കുറിച്ചും വ്യക്തമായ ഒരു ധാരണ ഉണ്ടായിരിക്കണം. സാധാരണഗതിയിൽ ആളുകൾ ഇങ്ങനെ ഒരു പുതിയ സംരംഭം തുടങ്ങുമ്പോൾ അവർ പെട്ടെന്ന് എവിടെ നിന്നെങ്കിലും ഒരു റെഡിമെയ്ഡായിട്ടുള്ള മെമ്മോറാണ്ടമോ ആർട്ടിക്കിൾസോ തിരഞ്ഞെടുക്കുകയും അതിൽ ഏതെങ്കിലും ഒരു ടൈപ്പിംഗ് സെൻറ്ററിൽ കൊടുക്കുകയും ആ ടൈപ്പിംഗ് സെൻറ്ററിൽ നിന്ന് അവർക്ക് അതിനെക്കുറിച്ച് അല്ലെങ്കിൽ നിയമവശങ്ങളെക്കുറിച്ച് കാര്യമായ ബോധ്യമില്ലാതിരിക്കുകയും ചെയ്യുന്ന അവസരത്തിൽ അത് ആ കിട്ടുന്ന അവസ്ഥയിൽ തന്നെ ചെറിയ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ ഇത് ഭാവിയിൽ നിങ്ങൾ ചെയ്യുന്ന ബിസിനസ്സിൽ എന്തെങ്കിലും ഡിസ്പ്യൂട്ട്, നിങ്ങൾ തമ്മിൽ തർക്കം, അല്ലെങ്കിൽ നിങ്ങളുടെ അധികാരങ്ങളിലുള്ള തർക്കം, നിങ്ങളുടെ ഫണ്ടുമായി ബന്ധപ്പെട്ട തർക്കം, ഇതൊക്കെ ഉണ്ടാകുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ലീഗൽ കോംപ്ലിക്കേഷൻ വന്നാൽ നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ചിലപ്പോൾ കഴിയണമെന്നില്ല. അതുകൊണ്ട് നിങ്ങൾ ഒരു കമ്പനി തുടങ്ങാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ തീർച്ചയായും ആ കമ്പനിയെക്കുറിച്ചിട്ടുള്ള ശരിയായ ധാരണ നിങ്ങൾക്കുണ്ടാവുകയും നിങ്ങൾ മെമ്മോറാണ്ടം അല്ലെങ്കിൽ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഏറ്റവും നല്ല പ്രഗത്ഭനായ ഒരു അഡ്വക്കേറ്റിനെയോ അല്ലെങ്കിൽ ഒരു ലീഗൽ കൺസൾട്ടന്റിനെയോ ബന്ധപ്പെടുകയും നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും മെമ്മോറാണ്ടത്തിൻ്റെ കോപ്പി ഉണ്ടെങ്കിൽ അത് അദ്ദേഹത്തെ കാണിക്കുകയും അല്ലെങ്കിൽ അദ്ദേഹത്തോട് പുതിയതൊന്ന് നിർമ്മിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യണം. അദ്ദേഹത്തിനെ നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാനും നിങ്ങളുടെ റൈറ്റുകൾ അല്ലെങ്കിൽ നിങ്ങളുടെ അവകാശങ്ങൾ, നിങ്ങളുടെ ഡ്യൂട്ടി, നിങ്ങളുടെ ഓണർഷിപ്പ് മുതലായ കാര്യങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യാനും നിങ്ങളെ അഡ്വൈസ് ചെയ്യാൻ കഴിയും. പല കേസുകളും ഞാൻ കണ്ടിട്ടുള്ളത് ഇതുപോലെ വളരെ ആത്മബന്ധമുള്ള മിത്രങ്ങൾ തന്നെ ബിസിനസ്സിലേക്ക് വരികയും ആ ബിസിനസ് ഭാവിയിൽ ഒരുപക്ഷെ വിജയിക്കാം, ഭാവിയിൽ ഒരുപക്ഷെ അത് പരാജയപ്പെടാം. രണ്ടായാലും ഈ പാർട്ട്നേഴ്സ് തമ്മിലുള്ള ബന്ധത്തിൽ വളരെ മോശമായ അവസ്ഥയാണ് ഉണ്ടായി കാണുന്നത്. വളരെയധികം ഡിസ്പ്യൂട്ടുകൾ, വളരെയധികം തർക്കങ്ങൾ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ കാണേണ്ടി വന്നിട്ടുള്ള ഒരാളെന്ന നിലയിലും ഞാൻ നിങ്ങളോട് പറയുന്നത്, വ്യക്തമായ രീതിയിലുള്ള ഒരു മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ പ്രിപ്പയർ ചെയ്ത് ശരിയായ ലീഗൽ അഡ്വൈസ് നേടിയതിന് ശേഷം മാത്രമേ നിങ്ങൾ പുതിയ സംരംഭത്തിലേക്ക് ചേരാവൂ എന്നുള്ളതാണ്. അതുകൊണ്ട് എല്ലാവരും ഇത് വളരെ അവരുടെ മുൻകരുതൽ എന്നുള്ള നിലയിൽ
എടുത്ത് ഇത് ഇംപ്ലിമെൻ്റ് ചെയ്യണമെന്ന് ഞാൻ ഇവിടെ അഭ്യർത്ഥിക്കുകയാണ്.